മായ അവകാശം സംരക്ഷിക്കാൻ നിലപാടെടുത്തിരിക്കുന്നു. സുപ്രീം കോടതിയിലുള്ള SLPയിലും കാവ്യേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ റിപ്പോർട്ട് ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ട്. തുടർ നടപടി സ്വീകരിക്കുന്നുണ്ട്. കരമടയ്ക്കാനുള്ള അവകാശം അത് ഹൈക്കോടതി വിധി വന്ന ഉടൻ തന്നെ റവന്യൂ മന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് അന്ന് തന്നെ അത് സ്വീകരിക്കാനുള്ള സമീപനം സ്വീകരിച്ചു. അതിനുശേഷമുള്ള പോക്കുവരവ് സംബന്ധിച്ച കാര്യവും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായും ഗവൺമെന്റിന്റെ നിലപാടുകൾ വിശ്വാസയോഗ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമരസമിതി നിലപാട് സ്വീകരിച്ചു. മറ്റ് രാഷ്ട്രീയമായിട്ട് മറ്റാളുകൾക്ക് നിലപാടുകൾ സ്വീകരിക്കാം. അത് ഇവർക്ക് നിർത്താനുള്ള അവകാശം പോലെ ആർക്കെങ്കിലും സമരം ചെയ്യാനുണ്ടെങ്കിൽ അവർക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങളത് സംബന്ധിച്ച് പ്രത്യേകമായ അഭിപ്രായങ്ങൾ പറയുന്നു. വഖഫിന്റെ ആസ്തി വിവര പട്ടികയിൽ ഈ ഭൂമി ഉള്ളിടത്തോളം കാലം ഈ കരമടയ്ക്കുന്നത് വഖഫിന്റെ ഭൂമിയിലായിരിക്കില്ലേ? അല്ല, വഖഫിന്റെ ആസ്തിയിൽ ഇപ്പോൾ കരമടയ്ക്കാൻ ഹൈക്കോടതിയുള്ള തീരുമാനിച്ചു. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം, ഇപ്പോൾ ഒരു നിലപാട് ഇതാണ് ശരി എന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മളത് പ്രഖ്യാപിച്ചാലും ഭരണഘടനാപരമായിട്ട് നമുക്ക് അധികാരമില്ല. അത് കോടതിക്കാണ് അധികാരമുള്ളത്. ഇപ്പം തന്നെ കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് ബാഡ് ഇൻ ലോ, പക്ഷെ ഞങ്ങളത് റദ്ദാക്കുന്നില്ല എന്നാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോൾ കമ്മീഷന്റെ ശുപാർശകൾ ചില ഭാഗങ്ങളുണ്ട്. അത് കമ്മീഷൻ ശുപാർശകളുമായി മുന്നോട്ട് പോകാൻ ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ സർക്കാർ സ്വീകരിക്കുകയും ചെയ്യും. നിയമപരമായിട്ടുള്ള അവകാശം പൂർണ്ണമായി സംരക്ഷിക്കും. കരമടയ്ക്കലും അതിൻ്റെ തുടർ നടപടികളെല്ലാം തന്നെ സ്വീകരിക്കുന്ന കാര്യം റവന്യൂ മന്ത്രി അതിൻ്റെ വിശദകാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും സംശയം ഉണ്ടെങ്കിൽ വ്യക്തമാക്കും. ഇതിനകത്ത് വേറെ സംശയത്തിൻ്റെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. വളരെ ക്ലിയർ ആക്കിയതാണ്. നിലവിൽ 7/10/2022 റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് തന്നെ കോടതി അതിനുള്ള ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സം തീർത്ത സാഹചര്യത്തിൽ ആ നടപടിയുമായി മുന്നോട്ട് പോകും. കോഡ് ഓഫ് കോണ്ടക്റ്റുള്ള സാഹചര്യത്തിൽ ഇത്രയേ ഞങ്ങൾ ഇപ്പോൾ പറയുന്നുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നത് പോലെ തന്നെ ആ ലക്ഷ്യത്തിലേക്കുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും. ഇക്കാര്യത്തിൽ വേറെ തടസ്സങ്ങളൊന്നും കരുതേണ്ട കാര്യമില്ല. സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള പീഡനമോ സഹായമോ രാഷ്ട്രീയ എതിർവാദങ്ങളോ അല്ല. ഈ പ്രശ്നത്തിലെ സ്ഥായിയായ പരിഹാരമാണ്. അതിപ്പോൾ സർക്കാരിൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വ്യക്തമാക്കണമെങ്കിൽ കോഡ് ഓഫ് കോണ്ടക്റ്റിന് ശേഷം വളരെ ആധികാരികമായി ഞങ്ങളത് വ്യക്തമാക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ നടപടികളുമായി മുന്നോട്ട് പോകും. മുനമ്പത്തെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റരുത് എന്നാണ് എപ്പോഴും ഞങ്ങൾ